നമസ്കാരം. ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് ഇന്നാണ് മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ ബിജെപിയിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിന് അംഗത്വം നൽകുകയായിരുന്നു. ഇപ്പോൾ ഇതാ റെജി ലൂക്കോസ് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെ പ്രതികരണമായി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കുട്ടൽ രംഗത്ത് വന്നു. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലുമില്ലാതെ നടുക്കടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഈ കുറിപ്പിന് താഴെ നിരവധി കമന്റുകളാണ് ഉയർന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ചാനലിൽ വന്നിരുന്ന പിണറായി 3.0 എന്ന് തള്ളിയ മനുഷ്യനാണ് ഓരോരോ അവസ്ഥ. ഒരു വ്യക്തിക്ക് നിലപാടും ആശയവും പാർട്ടി മാറാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് തെളിയിച്ചു ചാണകത്തിൽ ചാടി റെജി ലൂക്കോസ് എന്ന ഇടതു സഹയാത്രികൻ. ഇന്നലെ വരെ മുണ്ടുടുത്ത മോദിയെ ന്യായീകരിച്ചു, ഇന്നു മുതൽ കോട്ടിട്ട മോദിയെയും ന്യായീകരിക്കും. അങ്ങനെ റെജി ലൂക്കോസ് ബി ടീമിൽ നിന്നും എ ടീമിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും രണ്ടും ഒന്നു തന്നെ. ചാടിയതല്ല, ചാടിച്ചതാണ്. സംസ്ഥാന ഭരണമാറ്റത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ UDF അധികാരം ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ പല കേസുകളും പുറത്തു വരികയും ശക്തമായ നിയമ നടപടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇതുപോലുള്ള സഹയാത്രികർ ഇടതിനു വേണ്ടി ചരട് നീക്കും. CJP മുന്നണിയുടെ എന്നും CPMന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ന്യായീകരണ തിലകമായിരുന്ന റെജി ലൂക്കോസ് BJPയിൽ പോകുന്നു എന്നിങ്ങനെയാണ് പരിഹാസങ്ങൾ ഉയർന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഇത്തരത്തിൽ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത്. കേരളത്തിൽ നിലവിലെ സ്ഥിതിയിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല സാധ്യതയെന്നും പഴയ ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ നാട് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നുമാണ് റെജി ലൂക്കോസ് പറഞ്ഞു വെച്ചത്. BJP ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന വികസന നിലപാടുകളാണ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി CPM കേരളത്തിൽ വർഗീയ വിഭജനത്തിനായി നടത്തുന്ന ആശയവിനിമയം വല്ലാതെ ദുഃഖിപ്പിച്ചുവെന്നും റെജി ലൂക്കോസ് തുറന്നടിച്ചു. BJP മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചുവെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. നിയമസഭയിലും ഈ മുദ്രാവാക്യം തന്നെയാകും മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 35 വർഷമായി ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിച്ചു. പുതിയ തലമുറ നാടുവിടുന്നു. ദ്രവിച്ച ആശയം മാറണമെന്നുമാണ് റെജി ലൂക്കോസ് പ്രതികരിച്ചത്. വർഗീയ വിഭജനത്തിനുള്ള ഇടതുപക്ഷ വ്യതിയാനം ദുഃഖിപ്പിച്ചു. BJPയുടെ ശബ്ദമായി മാറും. ഇന്നൊരു ചാനൽ സംവാദത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ എന്റെ ശബ്ദം വേറെയായിരിക്കുമെന്ന്. കേരളം BJPക്ക് വേണ്ടിയുള്ളതാണെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. 2026 നാടിന്റെ ഭാവിക്ക് വേണ്ടി ആകട്ടെ എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുതിയ ഭാവിക്ക് വേണ്ടി തീരുമാനമെടുക്കട്ടെ എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തുണ്ടായ ഈ റെജി ലൂക്കോസിന്റെ പാർട്ടി മാറ്റം പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം പാർട്ടി നേതാക്കന്മാരും അംഗീകരിച്ചു തുടങ്ങി എന്നതാണ് ഈ പാർട്ടി മാറ്റത്തോടെ പൊതുജനം ചോദിക്കുന്നത്. ഇതോടുകൂടി ന്യായീകരണ ക്യാപ്സൂളുമായി CPM നേതാക്കളും രംഗത്ത് വന്നു. റെജി ലൂക്കോസുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് P രാജീവ് പ്രതികരിച്ചത്. ചാനൽ ചർച്ചയ്ക്ക് CPIM ആളെ വിടാത്തപ്പോൾ നിങ്ങൾ വിളിച്ചിരുന്ന ആൾ മാത്രമാണ് റെജി എന്നും P രാജീവ് പ്രതികരിച്ചു. പാർട്ടി ഘടകങ്ങളിലില്ലാത്ത ആരെ വേണമെങ്കിലും ഇടതു സഹയാത്രികൻ എന്ന് പേരിട്ട് വിളിക്കാം. കോൺഗ്രസിൽ നിന്ന് പോയവരും പോകാൻ നിൽക്കുന്നവരും സഹയാത്രികരല്ല, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും റെജി ലൂക്കോസിനും അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് VN വാസവൻ വ്യക്തമാക്കിയത്.